ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇഡി നോട്ടീസ് വരും ശ്രീ അനിൽകുമാർ. അത് നിങ്ങളെ വിരട്ടാൻ വേണ്ടി മാത്രമാണ്. അത് തന്നെയാണ് അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ മസാല ബോണ്ട് ഇടപാടിലും വന്നിരിക്കുന്ന ഇഡി നോട്ടീസ് എന്നാണ്. ഇപ്പോൾ കിഫ്ബിയും അവരുടെ വിശദീകരണം ഇടുന്നുണ്ട്. ഈ ഫെമ ചട്ടലംഘനം നടന്നു എന്നുള്ളത് തെറ്റാണ് എന്നും മറ്റും. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം ശ്രീ അനിൽകുമാർ? പ്രധാനമന്ത്രി വിളിച്ചാൽ ഉടനെ ചായ കുടിക്കാൻ ഓടിച്ചില്ലെന്ന് പേടിച്ചല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം വേറെയാണ്. അവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഇങ്ങ് പോരുന്നത്. അതുകൊണ്ട് ആ ശീലങ്ങളൊന്നും ഇല്ലാത്തൊരു ഗവൺമെൻറ്റാണ് LDFൻ്റെ ഗവൺമെൻറ്. അത്തരം ഒരു പണിക്കും തലകുനിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPIM. അതിന്റെ ഗവൺമെന്റ് അതിന്റെ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത് മുഖ്യമന്ത്രി. അതാദ്യം ശ്രീ അനിൽകുമാർ താങ്കൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ്. രാഷ്ട്രീയ മര്യാദ പാലിക്കും. സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ മര്യാദ പാലിക്കും മിസ്റ്റർ. രാഷ്ട്രീയ മര്യാദ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. കേന്ദ്ര ധനമന്ത്രിയെ പച്ച പരവതാനി വിരിച്ച് ഞാൻ പറഞ്ഞ വിഷയത്തിന്മേൽ മറുപടി പറ. അതെ, ധനകാര്യമന്ത്രി എന്തിനാണ് കേരള ഹൗസിൽ വന്നതെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അനിൽകുമാർ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ല, ഞാൻ വിഷയത്തിലല്ല വന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കണത്? ഞാൻ നന്നായിട്ട് വിഷയത്തിലാണ് വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടു. അത് ഏതോ വലിയ കുറ്റമായി പോയി. ഒരു മാറ്റവും ഇല്ലല്ലോ. ഏതാ കുറ്റമല്ലാത്തത്? പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ച ഉടനെ ഓടിച്ചെന്ന് കയറുക അതിൻ്റെ അകത്ത്. എന്നിട്ട് പ്രധാനമന്ത്രിയായിട്ട് വട്ടമേശ സമ്മേളനം നടത്തുക, വ്യക്തിപരമായി ചർച്ചകളിൽ ഏർപ്പെടുക. എന്നിട്ട് അത് മാന്യതയുള്ള കാര്യം. അനിൽകുമാർ, എന്റെ ചോദ്യം ചായ കുടിക്കാൻ പോകുന്നല്ലോ പ്രശ്നം. NK പ്രേമേന്ദ്രൻ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം തൊട്ടു പിന്നാലെ മന്ത്രിസഭയിലോ മുന്നണിയിലോ അറിയാതെ PMC കരാർ ഒപ്പിട്ടതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി NK പ്രേമേന്ദ്രനുമായോ ഒക്കെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് എന്താണ് ബന്ധം? അതിനുശേഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ത്? ശ്രീ NK പ്രേമേന്ദ്രൻ അതിനുശേഷം ആ തരത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അത് ഉത്തരം പറ. അല്ല, ഞാനൊരു കാര്യം പറയണത്, ഞാനൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ എനിക്കൊരു അവസരം തരണം. അപ്പുറത്തിരിക്കുന്ന MP അല്ല ആരാണേലും ഞാൻ പറയും. ഞങ്ങൾ വിരട്ടലിന് വിധേയമായെന്ന് ചോദിച്ചാൽ വിരട്ടലിന് വിധേയമായത് ഞങ്ങളല്ല. എന്ത് വിരട്ടലിന് വിധേയമായിട്ടാണ് ചായ കുടിക്കാൻ ഓടിപ്പോയത്? വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഓടിച്ചെല്ലുന്ന പോലെ എന്ത് ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്, പ്രധാനമന്ത്രിയായിട്ടുള്ളത്? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? അങ്ങനല്ലേ ഓടിച്ചെന്നത്? ഔദ്യോഗിക ക്ഷണമൊന്നും അല്ലല്ലോ. ആ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എൻ്റെ പാർട്ടിക്കുണ്ട്. പിന്നെ വിരട്ടുക, ഞങ്ങളെ വിരട്ടാനോ? ഞങ്ങളങ്ങനെ വിരട്ടു പോകുന്നവരാണോ? ഈ വിഷയത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനമുണ്ട്. ഇന്നത്തെ ദിവസം കിബി എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയായ ഒരു പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കിബിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ കിബിക്കെതിരായിട്ട് ഇന്ത്യൻ യൂണിയൻ സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കേരളീയരായ MP-മാർ, കേരളീയരായ കോൺഗ്രസുകാർ, കേരളീയരായ UDF-കാർ കേരളത്തിനൊപ്പം നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിട്ട് പക്ഷേ കേരളത്തിലെ MP-മാർ പതിവായി ഒറ്റുകാരാകുന്നത് പോലെ, UDF MP-മാർ ഒറ്റുകാരാകുന്നത് പോലെ ഇപ്പോൾ UDF-കാർ ഒറ്റുകാരായി മാറിയിരിക്കുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ UDF നേതാക്കന്മാർ ആ ഒറ്റുകാരൻ്റെ ചിരിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റുകാരെയും വേട്ടക്കാരെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് കേരളത്തിനുണ്ട് എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഭയങ്കരം തന്നെ. ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഡോക്ടർ തോമസ് ഐസക്കിനെ ED സമൻസ് അയച്ച് വരുത്താൻ നോക്കിയല്ലോ. ഡോക്ടർ തോമസ് ഐസക്ക് പോയില്ലല്ലോ. എന്താ പോകാഞ്ഞത്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പോകാഞ്ഞതിന് കാരണം രണ്ടാണ്. ഒരു കാര്യം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിൽ ഭൂമി കുംഭകോണം നടത്തി, ഭൂമി കച്ചവടം നടത്തി, കോൺഗ്രസിന്റെ കാലത്ത് ഭൂമി വിഴുങ്ങിയെടുത്തതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ ഭൂമി കച്ചവടത്തിന്റെ ഒരു ആരോപണവും ഇന്ത്യ രാജ്യത്തില്ല. അതുകൊണ്ട് ED കേസെടുത്താൽ ആദ്യം കേസെടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലാണ്. അങ്ങോട്ട് പോകത്തില്ലല്ലോ. അങ്ങോട്ട് പോകണമെന്ന് UDF പറയില്ലല്ലോ. നമ്മുടെ കൺമുമ്പിൽ ഭൂമി കച്ചവടത്തിന്റെ ഒരു തെളിവുമായിട്ട് നിൽക്കുന്നില്ല ഒരു കേസ്.
എന്താ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ UDF എംപിമാർക്ക് രാജീവ് ചന്ദ്രശേഖരനെതിരെ നാവില്ലാതെ പോയോ? 2, ഞങ്ങൾക്ക് ഭയമില്ലാത്തതിന് കാരണം എന്താണ്? നാഷണൽ ഹെറാൾഡ് കേസിൽ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി, യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി വിഴുങ്ങി. അതിനൊന്നും ഇല്ലേ? ആ വിഴുങ്ങാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് അടിച്ചെടുത്തു. എന്നിട്ട് വ്യക്തിപരമായ കമ്പനിയാക്കി മാറ്റി. ആ വ്യക്തിപരമായ കുടുംബ കമ്പനിയാക്കി മാറ്റിയിട്ട് ആ കമ്പനി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ കമ്പനിയുടെ കണക്കുവരം കൊടുക്കുമ്പോൾ വ്യക്തിപരമായി അതിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ IT ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് കേസ്. സത്യം സത്യം. ഇന്നലെ വേറൊരു കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോ ഡോക്ടർ തോമസ് ഐസക്കോ വ്യക്തിപരമായി ഉണ്ടാക്കിയ കമ്പനി അല്ല കിബി. കേൾക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കോടതിയിലും പോയി നിൽക്കാൻ പോകുന്നില്ല, ഒരു EDയുടെ മുന്നിലും തലകുനിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അവരുടെ അക്കൗണ്ട് പോകണം. കാരണം എന്താണ്? അവരുടെ കയ്യിലാണ് കുറ്റം. അവർ ഈ കമ്പനി ഉണ്ടാക്കുന്നത് മറച്ചു വെച്ചു, കോൺഗ്രസിന്റെ പണം വന്ന് മറച്ചു വെച്ചു. യങ് ഇന്ത്യ കമ്പനി സ്ഥാപനം എന്ന് പറയുന്നത് ഇവരുടെ സ്വകാര്യ ട്രസ്റ്റായി മാറി. നാഷണൽ ഹെറാൾഡിനെ വിഴുങ്ങി. ഈ 2 കേസ് പോലെയല്ല ഈ കേസ്. തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഇത് വ്യത്യാസം മനസ്സിലാക്കണം. ഇനി ഇവിടുത്തെ കാര്യം എന്താണ്? ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് കിബി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിന്റെ നിയമപ്രകാരം നിയമസഭ ഉണ്ടാക്കിയതാണ്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ടായോ? ആ നിയമസഭ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരമുള്ള നിയമസഭയാണ്. അതുണ്ടാക്കിയ സ്ഥാപനത്തിന് RBI ലൈസൻസ് തന്നു മസാല ബോണ്ട് വാങ്ങാൻ. ആ മസാല ബോണ്ട് RBI ലൈസൻസ് കൊടുത്തത് ഇവിടെ മാത്രമല്ല, NHAI നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞല്ലോ ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഇന്ന് ഈ ചർച്ച പറഞ്ഞു. ഏതാ അഴിമതി എന്ന്? നിങ്ങളെന്തിനാ EDയുടെ വാലെ തൂങ്ങുന്നത്? ഇതൊരു നടത്തു പോണ മാതിരില്ല. നിങ്ങളെന്തിനാ മോദിയുടെ വാലെ തൂങ്ങുന്നത്? നിങ്ങൾക്ക് ഒരു അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ കൊല്ലം MPക്ക് ഇവിടെ ഉന്നയിക്കാൻ വേണ്ടി EDയുടെ വാലെ തൂങ്ങണം. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിന് മറുപടിയാ. ഞാൻ മറുപടി പറയാണ്. ഇത് മറുപടിയാണ്. അല്ലല്ല നിഷ, അത് വേണ്ട. നിഷയോട് ഞാൻ പറയുന്ന അഴിമതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെല്ലുവിളിക്കുന്നു. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. കൊല്ലം MPയെ ഞാൻ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള MP ആണെങ്കിൽ കിബിയുടെ പദ്ധതിയിലെ അഴിമതി എന്താണെന്ന് മനോരമയിൽ പറയാൻ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുക്കാൻ സൗകര്യമില്ല. ഈ പണിയായിട്ട് വരരുത്. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? നിങ്ങൾ ഇന്ന് ചർച്ച പറഞ്ഞാണ് അഴിമതിയുണ്ട്. ഏത് അഴിമതി? ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടോ കിബിയുമായി ബന്ധപ്പെട്ടോ? അല്ലല്ല, ഞാൻ പറയട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.